ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു സൈലൻറ്റ് 20K ജനറേറ്ററിൻ്റെ ഒരു പ്രശ്നമാണ്. ഇത് ഓവർ വോൾട്ടേജ് എന്ന് കാണിച്ചാണ്ട് അവിടെ നിൽക്കുകയാണ്. വർക്കിങ്ങിൻ്റെ ഇടയിൽ ഒന്ന് സ്റ്റാർട്ടിങ് ഫുള്ളാണ് മുമ്പ് തന്നെ വർക്ക് ചെയ്താണ്ട് ഓഫാണ്. നമ്മൾ കാണിക്കുന്ന ഡിസ്പ്ലേയിൽ അലാറം കാണിക്കുന്നത് ഓവർ വോൾട്ടേജ് എന്ന്, അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് 300 വോൾട്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമ്പനിക്കാർക്ക് വിളിച്ച് അതിൻ്റെ ആൾക്കാർ വന്നപ്പോൾ ഏതായാലും മാറ്റില്ല, ഡീസലിൻ്റെ ഫിൽറ്റർ ഒന്ന് മാറ്റാൻ പറഞ്ഞിനി. അപ്പോൾ അതിൻ്റെ ഫിൽറ്ററും കൊണ്ടുവന്ന് 2 ഫിൽറ്ററും മാറ്റി. അതുപോലെ ഇതിൻ്റെ AVR പോയതായിരുന്നു, ഓവർ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിന്ന് മാറ്റിയെടുക്കണം. AVRന് ഏകദേശം 4000 ചില്ലാൻ റുപ്യ വന്ന്. നമ്മളെ ആൾട്ടർനേറ്റ് ഡൈനാമോ ക്രോംപ്ടൺ കമ്പനിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈലൻറ്റ് ജനറേറ്റർ. അപ്പോൾ നല്ലൊരു വർക്കിങ്ങിന് പോയിനി. അപ്പോൾ പോയപ്പോൾ അവിടുന്ന് വർക്ക് വെച്ച് നോക്കുമ്പോൾ 300 വോൾട്ടൊക്കെ കാണിച്ചപ്പോൾ സ്റ്റാർട്ടായവന് നിൽക്കുകയാണ്. അപ്പോൾ കമ്പനിക്കാരെ വിളിച്ച് പറഞ്ഞതായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന് ഇതാണ് AVR. അപ്പോൾ വോൾട്ടേജ് ഈ സാധനം ഒന്ന് മാറ്റണം, പഴയത് പോയിന്നാണ് പറഞ്ഞത്. പഴമ തന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തിരിച്ച് നമുക്ക് വോൾട്ടേജ് കുറക്കാനേ കഴിയും. പക്ഷേ അത് പോയിട്ടുണ്ട്, കംപ്ലൈൻറ്റ് ആയിട്ട്. ചില സമയങ്ങളിൽ ഫീസ് പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഫീസ് പോയെന്നല്ല, AVR ഫുള്ള് കംപ്ലൈൻറ്റ് ആയതാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളത്തെ ബോർഡ്, ഡൈനാമിൻ്റെ മുകളിലത്തെ ബോഡി വെച്ച് അതിൻ്റെ പഴയ AVR അവിടുന്ന് അയച്ചെടുത്തതിന് ശേഷം പുതിയതവിടെ ഫിക്സ് ചെയ്ത്. ഇതാണ് പഴയ AVR. ഇത് ഡൈനാമിൻ്റെ ഉള്ളിൽ നിന്ന് 2 വയർ വരും നമുക്ക്. ഇതിൻ്റെ വോൾട്ടേജ് കൺട്രോൾ കാര്യങ്ങളൊക്കെ അതിൽ കൂടെയാണ് നമുക്ക് ഡിസ്പ്ലേക്ക് വരില്ല. അപ്പോൾ കൂടുതൽ വോൾട്ടേജായി ഓട്ടോമാറ്റിക് ജനറേറ്റർ ഓഫാകും, റിലേ വെച്ചാണ്ട് ഓഫാകും. ഇത് ഫുള്ള് ഗമ്മിട്ട് വെച്ചിരിക്കുകയാണ്. ഈ കാണുന്നൊരു നോബ് വെച്ചാണ്ട് നമുക്ക് വേരിയബിൾ റെസിസ്റ്ററും അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയ വോൾട്ടേജിൻ്റെ വേരിയേഷനൊക്കെ ആണെങ്കിൽ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പക്ഷേ അതിൻ്റെയും പിടുത്തം മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്യൂസും ചില സമയത്ത് പോയിട്ടുണ്ട്, അത് മാറ്റിയിട്ടാൽ മതി, ചിലതൊക്കെ ശരിയാവും. പക്ഷേ ഇതിന് ഫ്യൂസൊന്നും പോയതല്ല. അപ്പോൾ മൊത്തത്തിൽ ഈ AVR മൊത്തമായിട്ട് മാറ്റാമെന്ന് വിചാരിച്ച് ഫുള്ളായിട്ട് മാറ്റി. ഏകദേശം 4000 ചില്ലാൻ റുപ്യ അതിന് വന്ന്. പിന്നെ 2 ഡീസലിൻ്റെ ഫിൽറ്ററും മാറ്റി. സർവീസ് ചാർജൊക്കെ പാടെ കൂടി 5800 വന്ന്. ഏതായാലും മാറ്റിയുള്ള നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റിയിട്ട് സംഗതി വർക്കിങ്ങായി. നമുക്ക് നബിദിന പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ജനറേറ്റർ ഒരിക്കലും പണി മുടക്കാൻ പാടില്ല, അപ്പോൾ അതിന് നമ്മൾ ലാഭം നോക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ സംഗതി ഫുള്ള് ചേഞ്ച് ചെയ്ത് സംഗതി നീറ്റായി വർക്കിംഗ് ആക്കിയിട്ട്. ജനറേറ്ററാണ് സൗണ്ടിൻ്റെ ലൈറ്റിൻ്റെയും പരിപാടിക്കൊക്കെ മെയിൻ ഘടകം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.